വാരി മഹാസുരശേഷം തീരയുടച്ചുതകർമ്മതിനായി ധീരതയുള്ളവരിൽ അവതരിച്ചു. പൂരക്കടലേ കരളിയുഗതിനവനു കാരുണ്യ പൂരക്കടലേ ആത്മതീവ മനോഹരമാമിൻ സ്വകയരുശലേ മാളികയിൽ ഞാൻ ആത്മതീവ മനോഹരമാമിൻ സ്വകയരുശലേ മാളികയിൽ ഞാൻ ദീർഘയുഗം വസിച്ചാനന്ദ ബാഷ്പം വിട്ടിയാലും കരുണയ്ക്കതു ബദലാമോ കാരുണ്യ പൂരക്കടലേ കരളയുഗതിനവനു കാരുണ്യ പൂരക്കടലേ ജീവപരുദീസിനാനന്ദ കുയിലേ ജീവവസന്ത ഋതു ആരംഭിച്ചില്ലേ ജീവപരുദീസിനാനന്ദ കുയിലേ ജീവവസന്ത ഋതു ആരംഭിച്ചില്ലേ ജീവവൃക്ഷ കുമ്പിൻ മീതിലിരുന്ന് ജീവമൊഴി മധുരമായി പാടുകനിതിരും ജീവവൃക്ഷ കുമ്പിൻ മീതിലിരുന്ന് ജീവമൊഴി മധുരമായി പാടുകനിതിരും കാരുണ്യ പൂരക്കടലേ ഇന്ന് രാവിലെ ദൈവവചനം ശ്രദ്ധിക്കുവാനായി ടിവിയുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ മറുപടി? ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏക വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം നിങ്ങളുടെ പ്രതികരണം? ലോകത്തിൽ പല വലിയ വലിയ അത്ഭുതങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട്. വലിയ അതിശയങ്ങളും അടയാളങ്ങളും ലോകത്തിൽ നിലനിൽക്കുന്നതായ വലിയ സ്മാരകങ്ങളും ഒക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെതായ നിലയിൽ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാണ്ട് കഴിയും, അത് ദൈവസ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം. അപ്പൊ നിങ്ങൾ ചോദിക്കാം, എന്താ അതിലത്തെ വലിയ പ്രത്യേകത? പറയാം. ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നീതിമാനായ ഒരു ദൈവം പാപിയായ നമ്മെ സ്നേഹിച്ചു. അതാണ് ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണാൻ കഴിയുന്നത്. ഈ കുറച്ച് നാളുകളായിട്ട് ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവസ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന അനേക വാക്കുകൾ ബൈബിളിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ബൈബിളിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് തന്നെ ദൈവസ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതായ കാര്യം എന്താണ് എന്ന് ശ്രദ്ധിക്കുവാൻ, ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയം എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഒറ്റ വാക്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താ ദൈവസ്നേഹം? എന്താ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത? ഒരു 2-3 പ്രത്യേകതകൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ഈ രാവിലെ ഈ സന്ദേശത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ദൈവസ്നേഹത്തെ പറ്റിയുള്ള അനേക ഗാനങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ആഴിയിലും ആഴമുള്ളതാണ് ദൈവസ്നേഹം, അത് കുന്നുകളേക്കാൾ ഉയരമേറിയതാണെന്നൊക്കെ ഭക്തന്മാർ പാടിയിട്ടുണ്ട്. അപ്പൊ ദൈവസ്നേഹത്തെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഒരിക്കലും ഒരു സീമ കണ്ടെത്തുവാൻ, അതിര് കണ്ടെത്തുവാൻ കഴിയാത്തതായിരിക്കുന്നത് എന്തുണ്ടോ അതാണ് ദൈവസ്നേഹം. പ്രത്യേകിച്ച് പാപികളായി ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തിൽ നിന്നും ഓടി അകന്നവനായ ശത്രുക്കളായ നമ്മെ ദൈവം സ്നേഹിച്ചു എന്ന് പറയുന്നത് തന്നെ എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്തെങ്കിലും ഒരു യോഗ്യതയാ എന്റെ ഭാഗത്തെടുത്ത് പറയുവാനായിട്ടുണ്ടോ? എന്റെ ജീവിതത്തിൽ ഒരു യോഗ്യതയും പറയുവാനായിട്ടില്ലാതെ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ജീവിച്ചതായ എന്നെ ദൈവം സ്നേഹിച്ചു എന്ന് പറയുന്നത് തന്നെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. ഈ ദൈവസ്നേഹത്തെ പറ്റി ചിന്തിക്കുവാനും പഠിക്കുവാനുമായിട്ട് ശ്രമിച്ചപ്പോൾ ബൈബിളിലെ പല വാക്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കൂടി വന്നു. ഞാൻ അതിൽ 2-3 വാക്യങ്ങൾ നടത്തിയെടുത്ത് തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഈ ദൈവസ്നേഹത്തിന്റെ ആകത്തുക എന്താണെന്ന് നിങ്ങളോട് വളരെ ചുരുക്കമായി സംസാരിക്കാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, ബൈബിളിന്റെ ബൈബിൾ എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തെ വിളിച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു,
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവം തന്റെ പുത്രനിൽ കൂടിയാണ് ലോകത്തെ സ്നേഹിച്ചത്. ആരും നശിച്ചു പോകാതിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. എന്നാൽ ഈ സ്നേഹത്തെ സംബന്ധിച്ച് അല്പം കൂടെ ഗൗരവമായി ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന 2-4 വാക്കുകളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടെങ്കിൽ, പേപ്പർ ഉണ്ടെങ്കിൽ ഈ വാക്ക് കേൾക്കുന്നതായ സമയത്ത് ഒന്ന് കുറിച്ചു വെച്ചാൽ പിന്നീട് സമയം കഴിഞ്ഞ് സന്ദേശം കഴിഞ്ഞിട്ട് ബൈബിൾ തുറന്ന വാക്കുകൾ ഒന്ന് വായിച്ചാൽ ഇത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ വാക്ക് ഞാൻ വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യിരെമ്യാവ് 31:3. അവിടെ സ്നേഹം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ മുമ്പിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദപ്രയോഗത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കും എന്നല്ല, ഞാൻ നിന്നെ സ്നേഹിച്ചോളാം എന്നല്ല, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യസ്നേഹം, ആ വാക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാ മാനുഷികമായ സ്നേഹത്തിനും പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ഇന്ന് ഈ ലോകത്തിലെ സ്നേഹത്തിലെ ഏറ്റവും വലിയ സ്നേഹം അപ്പനും അമ്മയല്ലേ, മാതാപിതാക്കന്മാർ തമ്മിലുള്ളതായ സ്നേഹമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിന് പരിധിയില്ലേ? ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്നേഹത്തിന് പരിധിയില്ലേ? പിന്നെ നമുക്ക് ഇന്ന ദിവസങ്ങളിലെ പേപ്പർ, ഈ ദിവസം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെ പേര് അല്ലെങ്കിൽ പത്രം നാം വായിക്കുകയാണെങ്കിൽ വളരെ പ്രശസ്തി ആർജിച്ച, വളരെ ഫേമസ് ആയിരിക്കുന്ന പല കുടുംബങ്ങളും തമ്മിൽ വേർതിരിവിന്റെ വക്കിൽ വന്നു നിൽക്കുകയാണ്. എല്ലാ മാനുഷിക സ്നേഹത്തിനും പരിധിയും പരിമിതിയുമുള്ളപ്പോൾ ദൈവം മനുഷ്യനെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് വായിക്കുകയാണ്. നിത്യ സ്നേഹം, മനുഷ്യന്റെ ജീവിതം കൊണ്ട് അവസാനിക്കാത്തത്, നിത്യമായി നമ്മെ സ്നേഹിക്കുന്നതായ സ്നേഹം. ആ സ്നേഹം എത്ര വലുതാണ്! എന്തുകൊണ്ടാണ് ഇതിന് സീമ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞത്? നമ്മെ അഥവാ പാപികളായിരിക്കുന്ന മനുഷ്യരെ ദൈവം സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം നിത്യസ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിത്യസ്നേഹത്തിന് 3 കാലങ്ങളുണ്ട്. കഴിഞ്ഞ കാലത്ത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ഇക്കാലത്ത് ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, വരും കാലങ്ങളിലും ദൈവം നമ്മെ സ്നേഹിക്കും. അതാണ് ദൈവവചനത്തിന്റെ ഉറപ്പേറിയ വാഗ്ദത്തം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ സ്നേഹിച്ചു. യെസ്, ദൈവം സ്നേഹിച്ചു. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ലോകത്തിന്റെ മുമ്പാകെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എങ്ങനെ സ്നേഹിച്ചു? ഒരു സാധാരണ സ്നേഹം കൊണ്ടല്ല, നിത്യ സ്നേഹം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. മറ്റൊരു വാക്ക് ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാ പറയുന്നത്? ഈ നിത്യ സ്നേഹം കൊണ്ടുള്ളതായിരിക്കുന്ന സ്നേഹത്തിന് പരിധി പറയാൻ കഴിയുന്നില്ല. പരിധിക്കപ്പുറത്ത്, പരിമിതികൾക്കപ്പുറത്ത് ദൈവം മനുഷ്യനോട് ബന്ധപ്പെടുവാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു തെളിവായിട്ട് ഈ വാക്ക് കാണാൻ കഴിയും. നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതൊന്ന് കുറിച്ചു വെക്കണമെന്ന്. നിങ്ങൾ ഇപ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോൾ ആ വാക്യം ഒന്ന് കുറിച്ചു വെച്ചാൽ നന്നായിരിക്കും. രണ്ടാമതായി മറ്റൊരു വാക്യം ശ്രദ്ധിക്കുക. ധന്യനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിൽ. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. യിരെമ്യാ പ്രവചനത്തിൽ പ്രവാചകൻ പറയുന്നു, ദൈവം മനുഷ്യനെ സ്നേഹിച്ച സ്നേഹം നിത്യസ്നേഹമാണ്. ഇവിടെ മറ്റൊരു വാക്യം പറയുന്നു, ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം മഹാസ്നേഹമാണ്. എന്താ ഈ മഹാസ്നേഹം എന്ന് പറഞ്ഞ വാക്ക്? മഹാസ്നേഹം എന്ന് പറഞ്ഞാൽ മഹാസംഭവം, അല്ലെങ്കിൽ മഹാസമ്മേളനം, അല്ലെങ്കിൽ മഹാ ആശ്ചര്യമായിരിക്കുന്നതിനെ കാണിക്കുന്ന ഒരു പദപ്രയോഗമാണത്. കരുണാസമ്പന്നനായ ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹം അത് മഹാസ്നേഹമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനേക്കാൾ ഒരുപാട് അപ്പുറത്താണ് ദൈവത്തിന്റെ സ്നേഹം നിൽക്കുന്നത്.
ഇന്ന് രാവിലെ വിവിധ ജോലികളുടെ മധ്യത്തിൽ, വിവിധ ബന്ധപ്പാടുകളുടെ മധ്യത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാവേ, നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെ ദൈവം സ്നേഹിച്ച സ്നേഹം അത് മഹാസ്നേഹമാണ്. ഒരു നിലയിലും സീമ കണ്ടെത്തുവാൻ, അതിര് കണ്ടെത്തുവാൻ കഴിയാത്തതായ സ്നേഹം ഈ അയോഗ്യനായ എന്നെ സ്നേഹിച്ചു അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അയ്യോ, ആ വാക്കിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ്. ഇന്ന് അനേക കുടുംബങ്ങളിലെ ചരിത്രമൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പരാതി എന്താണ്? എല്ലാ മനുഷ്യന്റെയും പരാതി, ഭർത്താവിന്റെ പരാതി, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല. ഭാര്യയുടെ പരാതി, ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. അല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ കുടുംബങ്ങളിലും ഇത് തന്നെയല്ലേ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഭർത്താവിന് എന്നും പരാതിയാണ്, എന്റെ ഭാര്യ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നില്ല. ഭാര്യ പറയുന്നു, എന്നോട് കാര്യമില്ല, അയലോക്കത്ത് ചെല്ലുമ്പം അല്ലെ അപ്പുറത്ത് ചെല്ലുമ്പം അവരോടൊക്കെ വലിയ സന്തോഷമാണ്, വലിയ വർത്താനം, അവരോട് സ്നേഹിക്കുന്നത് പോലെ എന്നെ. അത് തോന്നൽ. മക്കൾ പറയുന്നു, അയ്യോ, മാതാപിതാക്കന്മാർക്ക് സ്നേഹമില്ല. മാതാപിതാക്കന്മാർ പറയുന്നു, മക്കൾക്ക് യാതൊരുവിധമായ സ്നേഹവും അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ പറയട്ടെ, ഇതല്ല ഇന്ന് കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. മാതാപിതാക്കന്മാർ മക്കളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നൽ അവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ, ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഭവനത്തിൽ സംഭവിക്കുന്നത് പോലെ മക്കൾ സ്നേഹം ആഗ്രഹിക്കുന്നതായ സ്ഥാനത്തേക്ക് മാറിക്കൊണ്ടിരിക്കും. സ്നേഹത്തെ സംബന്ധിച്ചൊരു പ്രത്യേകത, അത് കൊടുക്കേണ്ടതാണ്, അത് വാങ്ങേണ്ടതാണ്. കൊടുക്കുവാനും വാങ്ങുവാനുമുള്ളായിരിക്കുന്ന ഒരു മാനദണ്ഡമാണ് സ്നേഹത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതെങ്കിൽ സ്നേഹത്തെ പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയണം. ഒരു വാക്കിനെ പറയട്ടെ, ദൈവമാണ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഈ പ്രകടമാക്കിയ സ്നേഹം? ഒറ്റ വാക്കിൽ പറയാം, ദൈവം തന്നെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പാപികളായ എന്നെ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചതോടുകൂടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ, എനിക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. യെസ്, ഞാൻ ഇങ്ങനെയാണ് നിന്നെ സ്നേഹിച്ചത്, ഇങ്ങനെയാണ് ഞാൻ നിന്നോട് ഇടപെടുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ ഈ വാക്കിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് ആരുമില്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം എങ്ങനെയൊക്കെ ജീവിക്കാം. ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം, ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമാണല്ലോ വെള്ളം. വെള്ളം കുടിച്ചില്ലെങ്കിൽ എങ്ങനെയൊക്കെ ജീവിക്കാം. പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒന്നും രണ്ടും ദിവസമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് കടന്നു പോകാം. ജീവിതത്തിൽ അത്യാവശ്യമായി ചെയ്യേണ്ടതായ കാര്യങ്ങൾക്ക് ഒരു ഷോർട്ടേജ് ഉണ്ടായാലും എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാം. എന്നൊരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല എന്നൊരു ചിന്ത ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇന്ന് വരുന്ന ആത്മഹത്യ പ്രവണതകളുടെ അല്ലെ ആത്മഹത്യകൾ നടന്നതിന്റെ ആ ലിസ്റ്റൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. എല്ലാ ആത്മഹത്യകളുടെയും പിന്നിൽ, ആ വാക്ക് തന്നെ തെറ്റാണ്, അത് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം, എല്ലാ മരണത്തിന്റെയും ആത്മഹത്യയുടെയും പിന്നിൽ വ്യാപരിക്കുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല. ഇന്ന് രാവിലെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹമെന്ന് പറഞ്ഞാൽ അയ്യോ, അതെത്ര പറഞ്ഞാലും മതി വരാത്തതായ ഒന്നാണ്. ഈ മഹാസ്നേഹം കൊണ്ട് നമ്മെ ദൈവം സ്നേഹിച്ചിരിക്കുന്നു. മറ്റൊരു സ്നേഹത്തെ പറ്റി വായിക്കുന്നത് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഒന്ന്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. രണ്ട്, എന്നെ സ്നേഹിച്ച മഹാസ്നേഹം. മറ്റൊരു വാക്കാണ് ഇപ്പോൾ പറഞ്ഞത്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമ്മോട് കാണിച്ചിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ മതി, അത് ധാരാളം മതി. അതിനൊരു പ്രശ്നവുമില്ല വാക്കിൽ. ആ സ്നേഹത്തിന്റെ മുഴു രൂപം നമുക്ക് ഉൾക്കൊള്ളാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നാം മനസ്സിലാക്കേണ്ടത്, ആ സ്നേഹത്തെ മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നമ്മെ സ്നേഹിച്ച എത്ര വലിയ സ്നേഹം.
ആ വാക്കിന് വിശദീകരണം പറയാൻ കഴിയുന്നില്ല. നാം ദൈവത്തിന്റെ മക്കളെന്ന് അറിയപ്പെടുവാൻ, നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹം നമ്മെ കാണിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഡ്രസ്സൊക്കെ ചെയ്ത് അതിന്റെ ഭക്ഷണമൊക്കെ കഴിച്ച് അതിന്റെ പാകം ചെയ്ത് അതിന്റെ ആ മേശയ്ക്ക് ചുറ്റുപോയി നിന്നുകൊണ്ട് പെട്ടെന്ന് ജോലിക്ക് പോവുക വളരെ അത്യാവശ്യമുള്ള ദിവസമാണ്. അങ്ങനെ ജീവിതത്തിലേക്ക് കടക്കുവാനായിട്ട് പോകുമ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വാക്ക്, ലോകത്തിൽ എനിക്ക് ആരുമില്ലെങ്കിലും, ലോകത്തിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ലെങ്കിലും എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാര്യം, അയ്യോ ദൈവം തന്റെ പുത്രനിൽ കൂടി എന്നെ സ്നേഹിച്ച സ്നേഹമുണ്ടല്ലോ, അതെത്ര വലിയ സ്നേഹമാണ്. മറ്റൊരു വാക്ക് ശ്രദ്ധിക്കുക. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്ക്. യോഹന്നാൻ എഴുതിയ 1-ാം ഞാൻ നേരത്തെ പറഞ്ഞു കുറിച്ചു വെക്കണമെന്ന്, അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഈ യോഹന്നാൻ പറയാണ്, നമ്മെ സ്നേഹിച്ചതായ സ്നേഹമാണ് സാക്ഷാൽ സ്നേഹം. സാക്ഷാൽ സ്നേഹം. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ? അയ്യോ ഇല്ല, ഒരിക്കലും സാധിക്കാത്തതായ കാര്യമാണ്. അങ്ങനെ മറക്കത്തില്ല. അങ്ങനെ മറന്നുപോയാലും ഞാൻ നിങ്ങളെ മറക്കയില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ആ സ്നേഹമാണ് സാക്ഷാൽ സ്നേഹം. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകതകൾ എത്രയോ ഗൗരവമുള്ളതാണ്, എത്രയോ അനുഗ്രഹീതമാണ്. ഈ സ്നേഹം ഇത് പ്രദർശിപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം നൽകി. മറ്റൊരു കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ദൈവസ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ മുന്നേ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്താ നിർബന്ധിക്കുന്നത് അറിയാമോ? എല്ലാവരും മരിച്ചു, ജീവിക്കുന്നതിന് തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഇന്ന് രാവിലെ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുവാൻ ഞങ്ങളുടെ ഹൃദയം പ്രേരിപ്പിക്കപ്പെടുന്നത്. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. റോമാലേഖനത്തിൽ ഇതേ പൗലോസ് പറയുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴനോ വരുവാണ്ടനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ കഴിയുന്നത് ഒന്നുമില്ല. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴനോ വരുവാളനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മെ വേർതിരിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ഈ ദൈവസ്നേഹം നിങ്ങളെ സ്നേഹിക്കണം. ഇന്ന് രാവിലത്തെ ഒരു സന്ദേശം ഞങ്ങൾ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു വാക്ക്, ദൈവം നിങ്ങളെ സ്നേഹിക്കണം. ഈ സ്നേഹത്തെ അറിയുവാൻ, ഈ സ്നേഹത്തെ ആസ്വദിക്കുവാൻ, ഈ സ്നേഹത്തിൽ രസിച്ചുകൊണ്ട്, ഈ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ കേൾവിക്കാർക്കും ദൈവം ഇടവരുത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ കൂടി അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മാധുര്യം മനസ്സിലാക്കുക. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ദൈവസ്നേഹത്തെ അനുഭവമാക്കുക. അത് ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യമാണ്. ജീവിതത്തിൽ മരണം സംഭവിക്കുമ്പോൾ, ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ അതേ അധ്യായം തന്നെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കേണ്ടതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഏതാണ്ട് ഒരു 10-13 കാര്യങ്ങൾ ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ട്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴോ വരുവാനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്നും വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചില്ലേ? തെളിവുണ്ട്. ദൈവത്തിന്റെ വലിയൊരു വലുത് ധാരാളം പ്രാവശ്യമാകും ആവർത്തിച്ചു വരുന്നു. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയട്ടെ, നിങ്ങൾക്ക് ഈ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? കേവലം വാക്കുകൾ കൊണ്ടല്ല. എനിക്ക് ദൈവത്തോട് വലിയ സ്നേഹമാണ്, എനിക്ക് ഞാൻ ദൈവത്തെ സ്നേഹിക്കും, ഇതെല്ലാവരും പറഞ്ഞ കാര്യം. ഒരു വാക്ക് ശ്രദ്ധിക്കണം, ഞാൻ അവനെ സ്നേഹിക്കുന്നു എങ്കിൽ നാം അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നെന്നാണ് തിരുവഴുത്തിൽ വായിക്കുന്നത്. നാം അവനെ സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹം വെളിപ്പെടുത്തണം. അത് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ദൈവത്തെയോട് സ്നേഹമുണ്ടെന്ന് നാം വാക്കിൽ കൂടെ പറയുകയാണോ, അതോ
ഈ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സേവിക്കാം, ദൈവത്തെ സ്നേഹിക്കാം. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം നമ്മെ സ്നേഹിക്കും. ആ അനുഗ്രഹീതമായ ആത്മീയ ബന്ധമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഭാരങ്ങളുടെയും കഷ്ടതകളുടെയും ഒക്കെ മധ്യത്തിൽ, ജീവിതത്തിന്റെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഒറ്റ വാക്ക്: ഞാൻ ഈ ദൈവത്തെ സ്നേഹിക്കും, ഞാൻ ഈ ദൈവത്തെ പിൻപറ്റും. എനിക്ക് സമാധാനമായിരിക്കുന്ന, എനിക്ക് ആശ്വാസമായിരിക്കുന്ന, എനിക്ക് രക്ഷയായിരിക്കുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ വീണ്ടെടുത്തിരിക്കുന്ന എന്റെ വീണ്ടെടുപ്പുകാരനായ ഈ ദൈവത്തെ ഞാൻ സ്നേഹിക്കും. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുന്നതാണ്. മോചനം, സ്വാതന്ത്ര്യം, ദൈവത്തിൻ വിളംബരം. മോചനം, സ്വാതന്ത്ര്യം, നാശമാകുമേവർക്കും ഭാഗ്യയോഗവത്സരം. ഘോഷിപ്പിൻ എല്ലായിടവും മോചനം, സ്വാതന്ത്ര്യം. മോചനം, സ്വാതന്ത്ര്യം, കേൾക്കുവിൻ ഹേ ബദ്ധരേ. മോചനം, സ്വാതന്ത്ര്യം, ക്രൂശിന്മേലെ കാണുവിൻ നിത്യമാ ഉദ്ധാരണം. യേശുവോടു വാങ്ങുവിൻ മോചനം, സ്വാതന്ത്ര്യം. ദുഷ്ടന്മാരെ രക്ഷിപ്പാൻ മോചനം, സ്വാതന്ത്ര്യം. ശിഷ്ടരാക്കി തീർക്കുവാൻ മോചനം, സ്വാതന്ത്ര്യം. ദൈവസ്നേഹം കാണുവിൻ, വാഴ്ത്തുവിൻ തൻ കാരുണ്യം. ജീവൻ ദാനം പ്രാപിപ്പാൻ മോചനം, സ്വാതന്ത്ര്യം. മോചനം, സ്വാതന്ത്ര്യം. ആ സൗഭാഗ്യവാർത്തയെ എങ്ങനെ നിഷേധിക്കാം? ഇത്ര വല്ല രക്ഷയെ. മോചനം, സ്വാതന്ത്ര്യം. ഒരു ജനതയുടെ ആത്മാവ്